പട്ടാമ്പിയിലെ ദേശീയോത്സവത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ആനകളുടെ ഘോഷയാത്രയാണ്. ആനയുടെ എഴുന്നള്ളിപ്പും അതുപോലെ തന്നെ മുഴുവൻ ആനകളുടെ സംഗമമൊക്കെ കാണാൻ അതിമനോഹരമാണ്. ഇവിടെ ഈ ഒരു ആനയ്ക്കുടെ മുന്നിലുള്ള ആ ഒരു നെറ്റിപ്പട്ടത്തിലുള്ള ഒരു പച്ച ശീല കണ്ടില്ല നിങ്ങൾ? അതിൽ കൃത്യമായി ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ വീഡിയോയിൽ ക്ലിയർ ആവുന്നില്ലെങ്കിലും അല്ലാഹു അക്ബർ എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, പട്ടാമ്പി നേർച്ച എന്നതിലപ്പുറം ഇതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ഉത്സവത്തിന് യോജ്യമായ പേര് പട്ടാമ്പി ദേശീയോത്സവം എന്നുള്ളതാണ്. പലയിടങ്ങളിലും നമ്മൾ ഓരോ പള്ളിക്ക് കീഴിലായിട്ട് നേർച്ച നടക്കാറുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ആ നാട്ടിൽ ഒരുപാട് ആനകളെ വെച്ചിട്ടുള്ള ഒരുപാട് പരിപാടികൾ നടക്കാറുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഈ ഉത്സവവും ഈ ആനയുടെ എഴുന്നള്ളിപ്പൊക്കെ ആ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരിട്ട് നടത്തുന്നതാണ് എന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. ഓരോ മഹല്ല് കമ്മിറ്റിക്ക് കീഴിലും അവിടെയുള്ള നേർച്ചകൾ നടക്കാറുണ്ട്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ആ നാട്ടിലെ ഒരു പൂര കമ്മിറ്റി, ഒരു ദേശീയോത്സവ കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റിയാണ് പിന്നീട് ഇത്തരത്തിലുള്ള ആനയുടെ എഴുന്നള്ളിപ്പും മറ്റൊക്കെ നടത്തുന്നത്. ഇതിനെ ഒരിക്കലും ഞാൻ നല്ലതാണ് എന്ന് പറയുകയല്ല. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ആനക്ക് റെൻറ്റിന്, ഒരൊറ്റ ദിവസത്തിന് റെൻറ്റിന് തന്നെ 5 ലക്ഷത്തിന് മുകളിലാണ്. അത് നല്ല ഹൈപ്പുള്ള ആനയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് 10 ലക്ഷത്തിന് മുകളിൽ വരെ ഈ ആനക്ക് റെൻറ്റിന് വരെ ചിലവാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ക്യാഷ് ഇതിലൂടെ ചിലവാക്കേണ്ടതുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ആർക്കും ലാഭമോ ഒന്നും കിട്ടുന്നില്ല. അത് ഓരോ ടീമുകൾ അവർ പിരിവിട്ടിട്ട് ഓരോ ആനകളെ ഇറക്കുന്നു. അങ്ങനെ ഒരുപാട് ആനകളായിട്ട് മാറുന്നു. പ്രത്യേകിച്ച് പട്ടാമ്പി നേർച്ചകളിലൊക്കെ 100ഓളം ആനകൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ ആനകളുടെ ഈ ഒരു ഘോഷയാത്രയെയും പണങ്ങൾ പൊടിച്ചിട്ടുള്ള ഈ ഒരു ഉത്സവങ്ങളെയും ഒരിക്കലും നമ്മൾ ഏത് മഹല്ല് കമ്മിറ്റിയുടെയും മേലിലേക്ക് നമ്മൾ ചാർത്തി കൊടുക്കേണ്ടതില്ല. അത് അവിടെയുള്ള നാട്ടുകാർ ഒരുമിച്ച് കൂടി അവർ നടത്തുന്നു, അതിനുള്ള ക്യാഷ് അവർ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഒരിടത്തും മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ധൂർത്തടിച്ചുകൊണ്ട് ഒരുപാട് പണം ചിലവാക്കിക്കൊണ്ടുള്ള പൂരങ്ങളോ നേർച്ചകളോ ഉത്സവങ്ങളോ എവിടെയും നടക്കുന്നില്ല. അതൊക്കെ ആ നാട്ടിലെ ആളുകൾ സംഗമിച്ച് നടത്തുന്നതാണ്.